എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്ന ഇന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഒരു പുതിയ അവതാരമൊക്കെ വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പല്ലവിയും സേതും കൂടുതൽ അടുക്കുവാണ്. മുമ്പത്തെ പോലെ അല്ല, പല്ലവിയുടെ ഉള്ളിൽ സേതുവിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശോഭ പാറുവിന്റെ കർണത്തിനിട്ട് അടിക്കുന്നുണ്ട്. പിന്നീട് പാറുവിനെ കൊണ്ട് മുറിയിലേക്ക് ഇട്ട് പൂട്ടിയിടുവാണ്. പാറിന് ആകെപ്പാടെ വിഷമായിരുന്നു. എന്താ ഏതാന്ന് പോലും ചോദിക്കാതെ ശോഭ അങ്ങനെയൊക്കെ ചെയ്തേ. പാറിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ശോഭ രാജലക്ഷ്മിനെ പോയി വെല്ലുവിളിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് കയറുവാണ്. ഈ സമയം പാറു മുറിക്കാത്തുണ്ടായിരുന്നു. അതിനുശേഷം ശോഭ എന്നിട്ട് കഥ തുറന്നിട്ട് പാറിനോട് പറഞ്ഞു, ഇനി നീ ഒന്ന് പോന്ന കാണാൻ, നിന്റെ ജോലിയും വേണ്ട, നിന്റെ പഠനവും വേണ്ട, ഇതും കൊണ്ട് ഇവിടെ നിർത്തിയാക്കാൻ പറയാണ്. എത്രയും പെട്ടെന്ന് നിനക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്, നിന്നെ എവിടെയെങ്കിലും കെട്ടിച്ചു വിട്ടേന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ടാണ് മാഷ് അങ്ങോട്ട് വരുന്നത്. എന്താ ശോഭ, നിനക്ക് എന്താ ഭ്രാന്തായോന്ന് ചോദിക്കാം. അതെ, എനിക്ക് ഭ്രാന്താപ്പം. ഒരുത്തി കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ, ഇനിയിപ്പൊ അടുത്ത അവൾ കൂടെ അങ്ങനെ കഷ്ടപ്പെടണം പോലും. നീ എന്തൊക്കെയാ ശോഭ പറയണേ. അതെ മാഷെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി ഒരു ചെറുക്കനെ കണ്ടെത്തിക്കോളാൻ പറയാണ്. നീ എന്തൊക്കെയാ ശോഭ പറയണേ. അതിന് പാറു പഠിച്ചോണ്ടിരിക്കല്ലേ, പോരാത്തന അവൾക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്നല്ല പറഞ്ഞേ. അങ്ങനെയൊക്കെ പെൺകുട്ടികൾ പറഞ്ഞിരിക്കും. നമ്മൾ ആ ഒപ്പത്തിന് താളത്തിന് തുള്ളാൻ പോയിട്ടുണ്ടെങ്കിലേ അവരുടെ നരക ജീവിതം നമ്മൾ കണ്ണി കാണേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അതിനെന്താളും ഒരുക്കുമല്ല. എത്രയും പെട്ടെന്ന് ഇതേ ഒരാഴ്ചക്കുള്ളിൽ പാറുവിന്റെ കല്യാണം നടത്തണമെന്ന് പറയാം. ഇത് കേട്ടതും പാറു പറഞ്ഞു, അച്ഛാ അച്ഛനൊന്നും കേട്ടിട്ട് എനിക്ക് കല്യാണം ആലോചിക്കാൻ പോണ്ട. ഇതേ അങ്ങനെ എന്തായാലും ആലോചനയായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാം. നിന്റെ സമ്മതം ആർക്ക് വേണോടി, എനിക്കറിയാൻ നടത്താനായിട്ട്. നീ കൂടുതലൊന്നും പറയണ്ട, മിണ്ടാതെ കൂടെ അനുസരിച്ചാ മതി എന്ന് പറയണം. മാഷ് പറഞ്ഞു, ശോഭേ നീ ഇങ്ങനെ കടന്ന് ബഹളം വെക്കാതെ കാര്യം എന്താന്ന് പറ. കാര്യം എന്താന്ന് മാഷേ, ഇവളാ വിശ്വം ഉണ്ടല്ലോ, വിശ്വജിത്ത്, ഇന്ദ്രന്റെ അനിയന്, അവനുമായിട്ട് ഇതേ റോഡിൽ നിന്ന് സൊള്ളുന്നു. ഇത് കേട്ടത് മാഷ് പറഞ്ഞു, എന്തൊക്കെയാ പാറു കേൾക്കണമെന്ന് നിൽക്കാം. അച്ഛൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. വിശ്വജിത്ത് തന്നെ കാണണമെന്ന് പറഞ്ഞു. അത് പക്ഷേങ്കില് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിട്ടൊന്നുമല്ല. ഞാനിത് അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയാ. ദേ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്നെ അവൻ ഫോൺ ചെയ്തില്ലേടിന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ നീ എന്നോട് എന്താ കള്ളത്തരം പറഞ്ഞ്, നിന്റെ ഫ്രണ്ട് വിളിച്ചാന്ന്. നിന്റെ ഫ്രണ്ടായിരുന്നോ വിളിച്ചേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ ഇപ്പം മനസ്സിലായില്ലേ മാഷേ, ഇവളുടെ ഉള്ളിലിരിപ്പ് എന്താന്ന്. മാഷ് പറഞ്ഞു, മോളെ നീ എന്തൊക്കെ ഇങ്ങനെ, നിനക്കറിയാവുന്ന കാര്യമില്ലേ ആ കുടുംബത്തിന്റെ കാര്യം. ആ രാജലക്ഷ്മിനെ കുറിച്ച് തന്നെ ഒന്ന് ഓർത്താ മതിയല്ലോ. മനുഷ്യന് ഒരു സമാധാനം ഇല്ലാത്ത നടക്കുക പല്ലവിയുടെ കാര്യത്തില്. അപ്പൊ നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മോളെ, ഞങ്ങളുടെ കണ്ണീരിൽ ആഴ്ത്താനാണോ നിന്റെ ശ്രമം ചോദിക്കുക. ഇല്ല അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛന്റെ മോൾ അങ്ങനെ തെറ്റു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ വഴി വിട്ട് ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ പോയിട്ടുമില്ല. പക്ഷെ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചാന്ന് പറയും. പിന്നെ എന്തിനാടി അവനിന്ന് വന്നേന്ന് ചോദിക്കാം. എന്തോ കാര്യം പറയാണ്ടായിരുന്നു പല്ലവി ചേച്ചിനെ കുറിച്ച്. മാഷ് പറഞ്ഞു, നീ ഇങ്ങനെ തോക്കി കയറി വെടിവെക്കാതെ ശോഭേ, കാര്യം എന്താന്ന് ചോദിക്ക്. അല്ല ചുമ്മാ അവളോട് കിടന്ന് ദേഷ്യപ്പെട്ട് കാര്യമുണ്ടോ. മോള് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മാഷ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് പാറു സങ്കടപ്പെട്ട് മുറി പോയിരുന്ന കരയാ. ഈ സമയം മാഷിനോട് ശോഭ പറഞ്ഞു, ഇതേ മാഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലയെ കയറ്റി വെക്കുന്ന കുഴപ്പമില്ല, അവസാനം മാഷിനിട്ട് പണിയും തന്നിട്ട് അവളും കൂടെ പോകുന്നു പറയാ. എന്റെ മോൾ അങ്ങനെയും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എന്താ അവളെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നത്? അവൾക്ക് കാര്യഗൗരവം ഒക്കെ ഉണ്ടെന്ന് പറയണം. കാര്യഗൗരവം ഉണ്ട് എന്നും പറഞ്ഞിട്ട് മാഷ് ഇവിടെ ഇരുന്നോളാൻ പറയാണ്. ആ സമയം പൂർണിമ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം ഒന്ന് ഒതുങ്ങിയിരിക്കുക. ഋതുവാണെങ്കിലും സ്വാതിയാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാ പല്ലവിയോട് സേതുവിനോടൊക്കെ പെരുമാറുന്നത്. പക്ഷെ പല്ലവിക്ക് സേതുവിനല്ലേ അറിയത്തുള്ളൂ അതിന്റെ കാരണം എന്താന്നുള്ളത്. കാരണം പൂർണിമയുടെ മനസ്സിൽ ഒരിക്കലും ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല, ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അത് പൂർണിമയുടെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ചിലപ്പോൾ അറ്റാക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ഒരു അഭിനയം തന്നെയായിരുന്നു കാഴ്ചവെക്കുന്നത്. പൂർണിമേനെ കണ്ടു കഴിയുമ്പോൾ ഋതു സ്വാതിയാണെങ്കിൽ ഓസ്കാർ അവാർഡാ കാഴ്ചവെക്കുന്നത്. ഇത് കണ്ടപ്പോൾ പൂർണ്ണിമയ്ക്കും ഭയങ്കര സന്തോഷം. പഴയ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലോ എന്നുള്ളത്. പിന്നീട് കുറുപ്പേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. കുറുപ്പേട്ടൻ വന്ന് പൂർണ്ണിമയുടെ എങ്ങനെയുണ്ട്, കുറവുണ്ടെന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല കുറുപ്പേട്ട. ഇപ്പൊ എന്റെ മനസ്സിന് നല്ല സമാധാനമാ. ദേ എന്റെ മക്കളെല്ലാരും ഒരേപോലെ ഒന്നിച്ച സന്തോഷത്തോടെ ഇപ്പം ഇനി അച്ഛന്റെ കല്യാണം അത് നല്ല ഗംഭീരമായിട്ട് നടത്തണമെന്ന് പറയാം. അതിന് പറയേണ്ട കാര്യമുണ്ടോ പൂർണ്ണിമേ, നമുക്കത് ഗംഭീരമായിട്ട് നടത്താലോ എന്ന് പറയാണ്. ദേ എനിക്കൊരു അസുഖം വന്നിട്ട് ഗുണമുണ്ടായി കേട്ടോ. ദേ ഋതുവും സ്വാതിയും അവരെല്ലാരും കൂടെ അങ്ങനെ ഒന്നിച്ചെന്ന് പറയണം. ഇത് കേട്ടതും കുറുപ്പ് മാഷ് പറഞ്ഞു, അത് നല്ല കാര്യമില്ല പൂർണ്ണിമ നിൽക്കുക. അതെ ഒരുപക്ഷെ മാധവേടൻ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മാധവേടനായിരുന്നു പറയണം. മാധവേടൻ അത് കാണാനുള്ള യോഗം ഇല്ലാതെ പോയില്ലെന്ന് പറയാം. സാരമില്ല, അദ്ദേഹം മുകളിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന് ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പറയണം.
അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ്. പല്ലവി മാഷിനെ പല്ലവി കുറുപ്പേട്ടനെ കണ്ടെന്ന് ചോദിച്ചു. കുറുപ്പമാവൻ കുറെ സമയം വന്നിട്ടെന്ന് ചോദിക്കും. ഇച്ചിരി സമയമുള്ളൂ, ഞാന് പൂർണ്ണിമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറയാം. പിന്നീട് സേതുവും വരുന്നുണ്ട്. സേതുവിനോട് സംസാരിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം കുറുപ്പാവൻ ചോദിച്ചു, അല്ല അന്ന് തിരുമേനി വന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്തായി, അതിനെക്കുറിച്ച് വല്ല തീരുമാനം എടുത്തെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം സേതുവിന് ഒരു നിമിഷം പല്ലവി ഒന്ന് നോക്കുവാണ്. ഈ ധൃതിക്കിടയ്ക്ക് ആ കാര്യം മറന്നേ പോയി. കാരണം തിരുമേനി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേട്ട് ഇനിയിപ്പോ സേതു പറഞ്ഞു, അയ്യോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഒരു ദിവസം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കുറുപ്പമ്മ, അമ്മേനെയും കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറയണം. അത് കേട്ട കുറുപ്പമ്മ പറഞ്ഞു, എന്ന് വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഒരു ദിവസം തിരുമേനിയെ പോയി കാണാന്ന് പറയണം. തിരുമേനി ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അച്ചട്ടോ ആയിട്ടുള്ളൂ, ഒന്നും നടക്കാതെ പോയിട്ടില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ തിരുമേനി പറഞ്ഞതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്നല്ല പറഞ്ഞ വീട്ടില്, അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു പറയണം. ഇത് കേട്ടോണ്ട് ഋതു പറഞ്ഞു, അതെ കുറുപ്പമ്മാവ ആ പറഞ്ഞ തെറ്റാ, അച്ഛന്റെ മരണം ദുർമരണമൊന്നുമല്ല, അച്ഛൻ അറ്റാക്ക് വന്നതിനെ മരിച്ചേ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പറയണം. ഇത് കേട്ടോ സേതു ചോദിച്ചു, ഋതു എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചേ? അത് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ റെക്കോർഡ്സ് എല്ലാം അറ്റാക്ക് വന്നുള്ള മരണം, അല്ലാതെ അസ്വാഭാവികമായിട്ടോ ഒരു കാര്യമില്ലെന്ന് പറയണം. എന്നാലും കുറുപ്പന്മാരുടെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഋതു പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ആരോടുത്താണ് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയണം. പിന്നെ ആ തിരുമേനി അത് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, ഒരു പക്ഷെ തിരുമേനിക്ക് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറയാം. കുറുപ്പമ്മ പറഞ്ഞു, ഇല്ലില്ല, ഒരിക്കലും തിരുമേനിക്ക് തെറ്റില്ല, തിരുമേനി ആദ്യമായിട്ടല്ല കാണുന്നേ, ദേ മാധവ സാർ ഉണ്ടായിരുന്നപ്പോ മുതല് ഉള്ള ബന്ധമാണിത്, അതുകൊണ്ട് ഒരിക്കലും കുറുപ്പമ്മാനല്ല തിരുമേനിക്ക് തെറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടതും പല്ലവിയുടെ ഉള്ളിലാണ് സംശയങ്ങൾ ഉരുണ്ടുപൊങ്ങി. പല്ലവിക്ക് സംശയമുണ്ട്, പ്രതാപന് സംശയമുണ്ട്. ആ സംശയം ഒന്നുകൂടെ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം പ്രതാപം കൊണ്ട് പൈസ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഓർത്തു, ഋതു പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഋതു അന്വേഷിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നല്ല പറഞ്ഞേ. അങ്ങനെയാണ് പിന്നെ പ്രതാപനങ്ങൾ എന്തിനാ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട്? ആകെ പടയൊരു കൺഫ്യൂഷൻ, എന്തോ എവിടേക്കോ ഒരു പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നീട് സേതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പല്ലവി ചോദിച്ചു, അല്ല സേതുവേട്ടാ, ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ച ആരാ, ഋതു ആണോ അതോ ഇപ്പൊ പ്രതാപൻ സാറാണോ എന്ന് ചോദിക്കണേ. അത് ഋതു അടച്ചെന്ന് പറയണേ. എന്താ പല്ലവി, എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയാം. ഇനിയിപ്പൊ പ്രതാപൻ അടച്ചെങ്കിലും ആ ഡോക്ടർക്ക് എന്തിനാ കൊണ്ട് പൈസ കൊടുത്തേ? അങ്ങനെയാണെങ്കിലും ഡോക്ടറുടെ കൈ കൊണ്ടേ അല്ല പൈസ അടയ്ക്കുന്നേ, അത് പൈസ പണം അടയ്ക്കുന്ന കൗണ്ടറിലല്ലേ കൊണ്ടേ അടയ്ക്കണ്ടേ. പിന്നെ എന്തിനായിരിക്കും പണം അടച്ചേ? എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ എവിടേക്കോ ഉള്ളതുപോലെ പല്ലവിയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കുറുപ്പമ്മ കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഈ സമയം പല്ലവി എന്ത് ചെയ്യുന്നു, ഹാളിലേക്ക് അങ്ങോട്ട് വരുവാണ്. ഹാളിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു പല്ലി അവിടെ നിന്ന് ചാടിയത്. ഒരു നിമിഷം പല്ലവി ഞെട്ടിപ്പോയി. പല്ലവി അയ്യോ എന്ന് പറഞ്ഞ് കാറിക്കൊണ്ട് ഓടി വരികയാണ്. ഓടി വന്നപ്പോ തന്നെ സേതു അങ്ങോട്ട് വന്നു. ഒന്നും നോക്കില്ല, സേതുവിനെ കയറി കെട്ടി അങ്ങോട്ട് പിടിക്കുകയാണ്. രണ്ടുപേരും കെട്ടിപ്പിടിച്ചാൽ സെറ്റിയിലേക്ക് വീണു. അങ്ങനെ സേതുവിന്റെ നെഞ്ചിലേക്കാണ് പല്ലവി ഇങ്ങനെ വീണിരിക്കുന്നത്. പെട്ടെന്ന് സേതുവിനെ പല്ലവിനെ ചേർത്ത് പിടിക്കുക. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഋതു സ്വാതി അങ്ങോട്ട് വരുന്നത്. രണ്ടുപേർക്കും ഇഷ്ടപ്പെടില്ല. സ്വാതി ഋതുവിനോട് പറഞ്ഞു, കണ്ടില്ലേ വന്ന് ഇപ്പൊ സ്ഥലകാല ബോധം പോലും ഇല്ലാതായി. ഇതുണ്ട് ബെഡ്റൂമിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞോടൊക്കെ ഇപ്പൊ പബ്ലിക് ആയിട്ടല്ലേ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നേ. കാമുകന്മാരുടെ കോപ്രായങ്ങൾ എന്ന് പറയണ. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ സേതു പല്ലവിനെ അങ്ങോട്ട് മാറ്റുകയാണ്. പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പല്ലവി പറഞ്ഞു, അത് പിന്നെ ഞാൻ ഒരു പല്ലീനെ കണ്ട് പേടിച്ചിട്ട്, ഇനി പല്ലീനെയും പാറ്റേനെയും പാമ്പിനെ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അതൊക്കെ ഒരഭ്യാസം എന്ന് ഇത് കണ്ട് ആർക്കാ മനസ്സിലാവാത്തെ. എന്നാലും കൊള്ളാം, നീ ആള് കേമി തന്നെയാണല്ലോ എന്ന് പറയാണ്. പുരുഷന്മാരെ മയക്കിടക്ക ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ടല്ലേ ഇനി ചോദിക്കും. സാധു ചോദിക്കണം, അതാണല്ലോ ആ ഇന്ദ്രൻ വന്ന് വീണ് പോയത്, ഇപ്പോഴും ഇന്ദ്രൻ മുങ്ങി താണുകൊണ്ടിരിക്കുന്നു പറയണം. ഇത് കേടും പല്ലവന്റെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്ന് ചോദിക്കണം. ഇത് പിന്നെ ഋതു പറഞ്ഞു, അതെ അനാവശ്യം എന്താ പറഞ്ഞേ, ഉള്ള കാര്യമല്ലേ പറഞ്ഞു സ്വാതി, അതിനകത്തിപ്പോ എന്താ ഇതിന് മാത്രം അനാവശ്യം ഇരിക്കണമെന്ന് ചോദിക്കാം. സ്വാതി പറഞ്ഞു, ഇതേ നമ്മളൊക്കെ കണ്ടു കഴിയുമ്പോൾ അനാവശ്യമാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ചേച്ചി, ഇവർ രണ്ടുപേരും തന്നെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് പൂർണിമ വരുന്നത്. പൂർണിമ എന്ന് എന്താ കാര്യം നിൽക്കേ? ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പൊ പൂർണിമ കണ്ടായിരുന്നു ഇങ്ങനെ അവര് തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത്. അത് കണ്ടോടെ പൂർണിമ അങ്ങോട്ട് മാറിപ്പോവുക ചെയ്തേ. അതിനുശേഷം ഋതു എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടില്ല. എന്താ കാര്യം നിൽക്കുക? അത് പിന്നെ ഒന്നുമില്ല എന്ന് പറയാണ്. ഇതായിട്ടപ്പം പൂർണ്ണം പറഞ്ഞു, അതെ ആവശ്യമുള്ള കാര്യത്തിൽ തലയിട്ടാൽ മതി കേട്ടോ, ആവശ്യമില്ലാത്ത കാര്യം തലയിണ്ടാന്ന് പറയാണ്. അങ്ങനെ ഒന്നും ഇല്ലമ്മേന്ന് പറയാണ്. ഞങ്ങള് വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പറയുവാണ്. ഋതുവിന് മനസ്സിലായി ഇവര് തമ്മിലൊരു ഇഷ്ടമുണ്ട്. അത് സേതുവിന് ഇപ്പം പണ്ടൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പല്ലവിയുടെ ഇടപെടൽ സേതുവിന്റെ അടുത്ത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്, മുമ്പത്തെ പോലെ അല്ല. കാരണം മുമ്പെന്നൊക്കെ പറഞ്ഞാല് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല്ലവി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. പല്ലവിക്ക് സേതുവിന് ഇഷ്ടമാണ്. സേതുവിന് പതുക്കെന്ന് മനസ്സിലായി തുടങ്ങി. തന്റെ അടുത്തുള്ള അടുപ്പോ ഇരുത്തവും പിന്നെ തന്റെ കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്നത്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ സേതുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണിമയ്ക്കും മനസ്സിലായി പല്ലവിക്ക് ഇഷ്ടമാണ്.
പക്ഷെങ്കിൽ പല്ലവി അത് തുറന്ന് പറയുന്നില്ല. അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എല്ലാവരും എന്ത് വിചാരിക്കുന്നു കരുതിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം സേതുവിന്റെ ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടും പല്ലവി ചെയ്യുന്നത് പൂർണിമ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അത് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ലല്ലോ. പിന്നീടാണ് അടുത്ത താരം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്നത്. ഇന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഇന്ദ്രന്റെ അപ്പച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ വരവ് ഇന്ദ്രന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇന്ദ്രനെ പണ്ട് മുതലേ അവർക്ക് ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ അവര് വരുവാണ്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞിട്ട് ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. നിന്റെ ഭാര്യ എന്തിയെ, കല്യാണത്തിലേക്ക് വരാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് പല്ലവി പോയ കാര്യങ്ങളൊക്കെ പറയണേ. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അവര് പറഞ്ഞു, അവളെ നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവരണ്ടേ ഇന്ദ്രാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നടക്കും തോന്നുന്നില്ല രാജലക്ഷ്മി വരെ, അവളെ ഡിവോഴ്സിന് വേണ്ട കേസ് കൊടുത്തേക്കുവാന്നൊക്കെ പറയണം. പിന്നീട് ഏകദേശം രൂപമൊക്കെ പറഞ്ഞു കൊടുത്തു, എന്തുകൊണ്ടാ ഇങ്ങനെയാന്നൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് അവര് പറഞ്ഞു, അവളെ നമുക്ക് ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാം. ഞാൻ പോകുന്നതിന് മുമ്പ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും, നീ പേടിക്കാതിരിക്കുക, അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറയണം. പിന്നീട് ഇന്ദ്രനോടൊപ്പം അവരും കൂടുന്നുണ്ട്. ഇന്ദ്രന്റെ മനസ്സിൽ പാറുവിനെ വെച്ചിട്ട് കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. പാറു എന്ന് പറഞ്ഞ പല്ലവിക്ക് അത്ര ജീവനാണ്. പാറുവിനോട് എന്തും ചെയ്യാൻ തയ്യാറാവും. പിന്നീട് പല്ലവിയുടെ ഫോണിലേക്ക് ഇന്ദ്രൻ വിളിച്ചിട്ട് പാറുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പാറുവും വിശ്വം തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് വിശ്വം പാറു അറിഞ്ഞിട്ടുള്ള കാര്യം കൂടെ അല്ല, പക്ഷെ തന്റെ ആഗ്രഹം നടക്കണം, അങ്ങനെയൊക്കെ പറയണം. പിന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞിട്ടാണ് അവനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അവളെ സ്നേഹിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിട്ടാന്നൊക്കെ പറയാം. നിന്റെ അനിയത്തിയെ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണം എന്നൊക്കെ പറയാം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വിളിക്കുന്നിടത്ത് വരണം, ഞാൻ പറയുമ്പോൾ ഇറങ്ങി വരണം എന്നൊക്കെ പറയാം. പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. പൊന്നുമടത്തിലേക്ക് എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നീ ഇറങ്ങി വാ, ഇല്ലെങ്കിൽ നിന്റെ അനിയത്തിനെ ഞാൻ കൊണ്ടുപോകുന്നൊക്കെ പറയാം. അവസാനം പല്ലവിക്ക് ഇറങ്ങി ചെല്ലേണ്ടതായിട്ട് വന്നു. പക്ഷെങ്കിൽ ആ സമയത്ത് സേതു ഇത് കാണുന്നുണ്ട്. സേതു അങ്ങോട്ട് കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വരുവാണ്. പാഞ്ഞു വന്ന് ഇന്ദ്രനെ അവിടെ ഇട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. ഇന്ദ്രന്റെ പ്രതീക്ഷ എന്താ, ഒരു കാരണവശാലും പൊന്നുമടത്തിലേക്ക് അത് തന്നെ ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയാ ചെന്നേ. പക്ഷെ അവിടെ സേതു കുഴപ്പമുണ്ടെന്നുള്ള കാര്യം ഇന്ദ്രൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഇന്ദ്രൻ നല്ല ചതം മേടിച്ചു കിട്ടുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ അവൻ നാണം കെട്ടാണ് പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ദ്രൻ അടങ്ങിയിരിക്കാനായിട്ട് ഭാവമില്ലായിരുന്നു. ഇന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു, ഉറപ്പായിട്ടും അവൾ ഇവിടെ എത്തിക്കണം. അടുത്തതിന് ഒരു ഗൂഢതന്ത്രം മെനഞ്ഞേ മതിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ തന്റെ അപ്പച്ചിയുടെ സഹായം പോയി തേടുവാണ്. എങ്ങനെയെങ്കിലും അവളെ അവിടുന്ന് കടത്തിക്കൊണ്ട് വരണം, ആ പല്ലവീനെ. പറ്റുമെങ്കിൽ അവളുടെ അനിയത്തിയേനും കൂടെ കടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ഇന്ദ്രൻ എന്തൊക്കെ തന്ത്രങ്ങൾ പറ്റിയാലും ഒന്നും അത് പല്ലവിയുടെ തേക്കാനായിട്ട് പോകുന്നില്ല. പല്ലവിന്റെ ഡിവോഴ്സിന് കൊണ്ട് കൊടുക്കാൻ പോവാ ഹൈക്കോടതിയിലേക്ക്. കാരണം ഡിവോഴ്സ് കിട്ടാതിരിക്കാൻ പറ്റില്ല. എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകുന്നേ. അങ്ങനെ മേൽക്കോടതിനെ സമീപിക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.